സായിരാം. എല്ലാവർക്കും നമസ്കാരം. പരോക്ഷ അനുഭൂതി തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം 69ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. വളരെ പ്രധാനപ്പെട്ട കുറെ ഉപദേശങ്ങൾ ആചാര്യസ്വാമി തന്നു. ആത്മ അനാത്മ എന്ന ആ വിഭാഗം ചെയ്യല് അത് അജ്ഞാനികളാണ് ചെയ്യുന്നത്. ജ്ഞാനിക്ക് ആത്മാ അനാത്മാ വെവ്വേറെ ഇല്ല, ഒന്നേ ഉള്ളൂ, ആത്മാ മാത്രം. അപ്പോ ആദ്യത്തെ പഠിക്കുന്ന ആദ്യത്തെ സ്റ്റേജിൽ, ആ സ്റ്റേജിലെല്ലാം ശരിക്കും അജ്ഞാനിയായിരിക്കെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആത്മാ അനാത്മാ എന്ന് തരംതിരിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളെ അദ്വൈതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ ആത്മാനാത്മാ വിഭാഗ അയം മുധാ ഏവ ക്രിയതേ അബുധൈഹി എന്നാണ് അവിടെ പറഞ്ഞത്. അദ്വൈത അജ്ഞാനികളാലാണ് ആത്മാനാത്മ വിവേകം ചെയ്യപ്പെടുന്നത്. എപ്പോ ഒരിക്കൽ കാര്യങ്ങൾ മനസ്സിലായോ, സ്വല്പമെങ്കിലും ജ്ഞാന ആ അറിവിലേക്ക് പ്രവേശിച്ചുവോ, അപ്പോൾ സർവം ബ്രഹ്മം എന്ന ഒരു അടിസ്ഥാനത്തിലേക്ക് വരുമ്പോ എന്ത് മനസ്സിലാക്കണം? ഇവിടെ ബ്രഹ്മമല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കണം. അപ്പോ ശരീരവും ആത്മാവും അത് വേറെ എന്നൊരു രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നത്, ദേഹം വേറെ ദേഹി വേറെ എന്ന് പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് അജ്ഞാനി ആയിരുന്നതിനാലാണ്. ആ രീതിയിൽ നിന്ന് അത് കണ്ട് പഠിച്ച് ആ വിചാരത്തെ പിന്നീട് മാറ്റണം. അതായത് അഡ്വാൻസ്ഡ് സ്റ്റേജിൽ എന്താവും? ഇതും മിഥ്യ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അനാത്മാവിനെ മിഥ്യ എന്ന് മനസ്സിലാക്കണം. അതായത് അങ്ങനെ ഒന്നില്ല, അതൊരു തോന്നൽ മാത്രമാണ്, സാങ്കല്പികമാണ് എന്ന് അറിയാനായിട്ട് ഇങ്ങനെ പോയാലേ പറ്റൂ. അപ്പോ അനാത്മാ മിഥ്യ എന്ന് നോക്കുമ്പോൾ, മിഥ്യ എന്ന് എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഒരു വാസ്തവത്തിൽ ഒരു വസ്തു ഇല്ല, ഉള്ളതുപോലെ തോന്നുന്നു, പക്ഷെ ഇല്ല. അങ്ങനെയെങ്കിൽ മിഥ്യയിൽ നിന്ന് പിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒന്നില്ലെങ്കിൽ ഉണ്ടെങ്കിലല്ലേ പിരിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെ ഒന്നില്ല, ഉള്ള പോലെ തോന്നുന്നതാണ്. അതിനാൽ മിഥ്യയിൽ നിന്നും പിരിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ആത്മാ അനാത്മ വിവേകം വേണ്ട. അങ്ങനെ വരുമ്പോൾ ആത്മാനാത്മ വിവേകം വേണ്ട. കാരണം അനാത്മ എന്നൊന്നില്ലല്ലോ, മിഥ്യയല്ലേ. ആചാര്യർ പറയുന്നു, ആത്മാനാത്മ വിചാരം അജ്ഞാനികൾ ചെയ്യുന്നതാണ്. ആദ്യം ചൈതന്യവും ശരീരവും വേറെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ പറയുന്നു, ഇപ്പോൾ എന്താ? അപ്പോ അത് നേരത്തെ ആ സ്റ്റേജിൽ എങ്ങനെ പറഞ്ഞു. ഇപ്പൊ എന്താ പറയുന്നേ? ശരീരവും ചൈതന്യവും വേറെ വേറെ അല്ല. കയറ് വേറെ പാമ്പ് വേറെ എന്ന് ആദ്യം പറയും, പിന്നെ എന്ത് പറയും? കയറും പാമ്പും ഒരേ സ്ഥലത്ത് തന്നെ, ഒന്ന് തന്നെ. ആ കയർ മാത്രമേ ഉള്ളൂ, പാമ്പ് നമ്മൾ അധ്യാസം ചെയ്തതാണ്. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും. പാമ്പ് എന്നത് സത്യമല്ല, അത് മിഥ്യയാണ്. അപ്പൊ അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ, അത് ഇല്ലാത്തതല്ലേ. ഇല്ലാത്തതിനെ എങ്ങനെ ഉണ്ടെന്ന് പറയും? അപ്പൊ അവിടെ ഒന്നേ ഉള്ളൂ. അത് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലെ ഇതൊക്കെ മനസ്സിൽ ശരിയായിട്ട് ഉള്ളിൽ പതിയുകയുള്ളൂ. അതുപോലെയാണ് ഇവിടെ പറഞ്ഞ യഥാഏവ മൃണ്മയ കുംഭ ദേഹ അപി ചിന്മയ. ഈ ശരീരവും ചൈതന്യസ്വരൂപം, ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ശരീരത്തെ എങ്ങനെ ചൈതന്യസ്വരൂപം എന്ന് പറയും? എന്നാൽ ഈ ഉടൽ അതില്ലാത്തതാണ്, അത് ഏറ്റിവെച്ചതാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും നശിച്ചു പോകുന്നതും പിന്നീട് വീണ്ടും ഉണ്ടാകുന്നതും എല്ലാം. ആരോപിച്ചതാണ്, അതിനാലാണ് നാശമുള്ളതാണ്, വികാരമുള്ളതാണ്. അപ്പോൾ ആരംഭത്തിലെ ആത്മ അനാത്മാ വിവേകം എന്തിന്?
അത് അയമാത്മ അനാത്മ വിഭാഗ അബുധൈഹി ക്രിയത. അജ്ഞാനമില്ലാത്തവർ ആത്മജ്ഞാനമില്ലാത്തവർ, അജ്ഞാനികൾ, ആത്മജ്ഞാനമില്ലാത്തവരാണ് ഈ വിഭാഗം ചെയ്യുന്നത്. അത് മുധ ഏവ, അത് പ്രയോജനം ഇല്ലാത്തതാണ്. അങ്ങനെ വിചാരം ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഫൈനൽ സ്റ്റേജിലേക്ക് അത് പ്രയോജനം ഇല്ലാത്തതാണ്. ഇനി ഇതിനെ തന്നെ വേറെ കുറെ ശ്ലോകങ്ങൾ 70 മുതൽ 74 വരെ ഉള്ള ശ്ലോകങ്ങളിൽ വീണ്ടും ഈ മിഥ്യാത്വത്തെ പിന്നെയും പറയാം. എന്നുവെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് മിഥ്യാത്വം മനസ്സിലാക്കാൻ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളത് ബ്രഹ്മസത്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, പക്ഷേ ജഗത് മിഥ്യ മനസ്സിലാകില്ല, അത്രയും പാടാണ്. അതുകൊണ്ട് തന്നെ ആചാര്യസ്വാമി ഒരുപാട് ശ്ലോകങ്ങൾ അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുക. കുറേ ഉദാഹരണങ്ങൾ ഓരോന്നും ചിന്തിച്ച് നമുക്ക് ഓരോ സമയത്തും ജഗത് മിഥ്യ ജഗത് മിഥ്യ ജഗത് മിഥ്യ എന്ന് വരണം. അടുത്തത് 70-ാമത്തെ ശ്ലോകം. സർപ്പത്വേന യഥാ രജ്ജു രജതത്വേന ശുക്തികാ വിനിർണീതാ വിമൂഢേന ദേഹത്വേന തഥാത്മതാ. സർപ്പത്വേന യഥാ രജ്ജു രജതത്വേന ശുക്തികാ വിനിർണീതാ വിമൂഢേന ദേഹത്വേന തഥാത്മതാ. ഇതിലെ രണ്ടാമത്തെ വരിയായ വിനിർണീതാ വിമൂഢേന ദേഹത്വേന തഥാത്മതാ, ഇത് നീ 4 ശ്ലോകങ്ങളിൽ 70, 71, 72, 73, 74 അത്രയും ശ്ലോകങ്ങളില് ഈ വരി ഒരുപോലെ ആയിരിക്കും ഇനി വരിക. ആദ്യത്തെ വരിയിലെ ഉദാഹരണങ്ങൾ മാത്രം മാറി മാറി വരും. രണ്ടാമത്തെ വരി വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത എന്നുള്ളത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഒരേപോലെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഈ മിഥ്യാത്വ വിചാരം എപ്പോ തുടങ്ങി? 40-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ 70-ആയി. ഇത്രയും സമയവും മിഥ്യാത്വത്തെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക, ഇത്രയും ശ്ലോകം പഠിച്ചിട്ടും നമുക്ക് അത് അങ്ങോട്ട് ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നുണ്ടോ? ആ മിഥ്യാത്വവുമായിട്ട് ഇണങ്ങിച്ചേരാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ 30 ശ്ലോകമേ പഠിച്ചുള്ളൂ. ജന്മങ്ങൾ എത്ര എടുത്ത് കാണും അല്ലേ? ഒരുപാട് ജന്മങ്ങൾ എടുത്ത് കാണുമല്ലോ. ആ ജന്മങ്ങളിലൊക്കെ ഈ അജ്ഞാനങ്ങളിലല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നേ. ജ്ഞാനി ആയിട്ടില്ലല്ലോ. ജ്ഞാനിയായെങ്കിൽ ഇവിടെ വരില്ലായിരുന്നല്ലോ. അപ്പോ എത്രയോ ജന്മങ്ങളായി ജന്മജന്മങ്ങളായിട്ട് ഈ അജ്ഞാനം ഉള്ളിലിരിക്കുന്നു. കേവലം 30 ശ്ലോകം കൊണ്ട് അത് മാറ്റാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മോക്ഷം കിട്ടുമല്ലോ. അപ്പോ അതികഠിനമാണ് ഏത് ഈ ജഗത് മിഥ്യ എന്നത് പ്രായോഗിക തലത്തില് കൊണ്ടുവരാൻ, മനസ്സിന്റെ അകത്ത് അത് സ്ഥാപിച്ചെടുക്കാൻ, അതിലൊരു സ്ഥിരത വരുത്തുവാൻ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആചാര്യസ്വാമികൾ ഇനിയും ഉദാഹരണങ്ങൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പല പല എക്സാമ്പിൾ പറഞ്ഞാണ് നമ്മുടെ മനസ്സിലേക്ക് ഈ മിഥ്യാത്വത്തെ ആചാര്യസ്വാമി കയറ്റി വെക്കുന്നത്. ഇവിടെ എന്താ പറയണേ? സർപ്പത്വേന യഥാ രജ്ജു പറഞ്ഞ കാര്യം തന്നെ. സർപ്പത്വേന യഥാ രജ്ജു, യഥാ എവ്വിധം രജ്ജുഹു കയർ, സർപ്പത്വേന വിനീർണിത. സർപ്പത്വേന പാമ്പായി എങ്ങനെയാണോ കയറിനെ പാമ്പായി വിചാരിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വിനിർണീത ചുമ്മാ അല്ല, നിശ്ചയം ചെയ്യുക, പാമ്പാണ് എന്ന് ഉറപ്പിച്ചിരിക്കുക. എങ്ങനെയാണോ പാമ്പാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നത്, കയർ തന്നെയാണ് പാമ്പായി നമുക്ക് തോന്നുന്നത് അല്ലെ? നമുക്ക് തോന്നുകയാണ്, പാമ്പായിട്ട് തോന്നുകയാണ്. അതുപോലെ ആത്മാ തന്നെയാണ് നമുക്ക് ലോകമായി തോന്നുന്നത്. കയറിനെ പാമ്പായി തോന്നാം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആത്മാവിനെ ലോകമായി തോന്നിക്കൂടാ? തോന്നാലോ അല്ലേ? ഒരു വെറും കയറിനെ പാമ്പായിട്ട് തോന്നുന്നു, പേടിക്കുന്നു, ഏത് പാമ്പാണെന്ന് തർക്കിക്കുന്നു, എത്ര നീളമുണ്ടാവും, പല കാര്യങ്ങളും, അതിന്റെ വിഷത്തിന്റെ എന്തുമാത്രം വിഷമുണ്ടാവും, എങ്ങനെ അത് കടിച്ചാൽ എങ്ങനെ മരിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനെ കാണുമ്പോൾ സംസാരിക്കുകയും ചെയ്യും കൂടെയുള്ളവരോടും. എന്ന് വെച്ചാൽ 2-3 പേര് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ അത് കയറിനെ പാമ്പായിട്ട് തോന്നുമ്പോൾ എല്ലാവരും കൂടെ ഇത് തന്നെ സംസാരിക്കും, വലിയ കാര്യമായിട്ട് സംസാരിക്കും. അപ്പോഴെങ്കിലും ആരെങ്കിലും ഒരാൾ വന്ന് ടോർച്ചടിച്ച് കാണിച്ച് നോക്കുമ്പോഴാണ് അത് കയറാണ്, പാമ്പല്ല എന്ന് തോന്നുന്നത്. അപ്പോ ആ തോന്നുന്നു, അതുപോലെ ശരിക്കും പറഞ്ഞാൽ തോന്നേണ്ട ഒരു കാര്യമില്ല, പക്ഷെ തോന്നുന്നു. അതുപോലെ ആത്മാ തന്നെയാണ് നമുക്ക് ലോകമായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവാണ് ലോകമായി നമുക്ക് തോന്നുന്നു മായയുടെ ശക്തിയാൽ, മായാശക്തിയാലാണ്. എല്ലാവർക്കും ഒരുപോലെ എങ്ങനെയാ തോന്നണേന്നൊരു ചോദ്യം വരാം.
മായ മൊത്തത്തിലല്ലേ മായ പ്രവർത്തിക്കുന്നത്. ഒരാളിൽ മാത്രമല്ലല്ലോ, എന്നിൽ മാത്രമോ അല്ലെങ്കിൽ നിങ്ങളിൽ മാത്രമോ അല്ലല്ലോ മായ പ്രവർത്തിക്കുന്നത്. മായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് പ്രവർത്തിക്കുകയാണ്. അപ്പോ എല്ലാവർക്കും ഈ മായ ഒരുപോലെ തന്നെയാണ് തോന്നിപ്പിക്കുക. അപ്പൊ ഒരാൾക്ക് അങ്ങനെ തോന്നാം. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ തോന്നുമ്പോൾ വേറൊരാൾക്കും അതുപോലെ തന്നെയാണല്ലോ തോന്നുന്നത്. രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഒരേപോലെയാണല്ലോ. അത് മായയുടെ പ്രവൃത്തിയാണ്. മായ തന്നെയാണ് അത് ചെയ്യിക്കുന്നത്. ഒരേപോലെ തന്നെയാണ് എല്ലാവരിലും ഒരേ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് സർപ്പത്വേന യഥാ രജ്ജു, യഥാ എങ്ങനെയാണോ കയറിൽ പാമ്പിനെ നമുക്ക് തോന്നിയത്, അതുപോലെ മായയിൽ അതുപോലെ ബ്രഹ്മത്തിൽ മായ കൊണ്ട് എന്ത് തോന്നുന്നു? ലോകമായി തോന്നുന്നു. പിന്നെന്താ ഒരെണ്ണം പറഞ്ഞേ? രജതത്വേന ശുക്തിക, കക്ക അല്ലെ, കടൽ തീരത്തുള്ള കക്കകള് വെള്ളിയായി തോന്നുന്നു. അതിനെ പെട്ടെന്ന് കാണുമ്പോൾ, വെയിലത്ത് കാണുമ്പോൾ വെള്ളിയാണെന്ന് തോന്നും. അടുത്ത് ചെന്ന് എടുക്കാൻ നോക്കുമ്പോൾ മനസ്സിലാവും ഇത് വെള്ളിയല്ല, കക്കയാണെന്ന് മനസ്സിലാവും. വൈകുന്നേരം ചന്ദ്രന്റെ വെളിച്ചത്തിലും ഇതേ രീതിയിൽ സംഭവിക്കാം. അപ്പൊ അങ്ങനെ കക്കയെ വെള്ളിയായി നിർണയിക്കപ്പെട്ടതുപോലെ നമ്മളങ്ങോട്ട് ഉറപ്പിക്കുകയാണ്, എന്നിട്ടാണ് പോയി എടുക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ നിർണയിക്കുന്നത് പോലെ, കയറിനെ പാമ്പായി നിർണയിക്കുന്നത് പോലെ, ശുക്തികയെ വെള്ളിയായി നിർണയിക്കുന്നത് പോലെ, വിമൂഢേന അജ്ഞാനികളാൽ, വിമൂഢേന തഥാ ആത്മതാ ദേഹത്വേന, തഥാ ആത്മതാ ദേഹത്വേന, അതുപോലെ ഉടലിനെ ശരീരമായി, ഉടലായി ആത്മാവിനെ നിർണയിക്കപ്പെട്ടു. ആരാൽ? വിമൂഢേന, അജ്ഞാനിയാൽ. എങ്ങനെ നിർണയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. പാമ്പാണെന്ന് ഉറപ്പിച്ചിട്ടാണ് നോക്കുന്നത്. അതേപോലെ കക്കയെ കണ്ടിട്ട് വെള്ളിയാണെന്ന് ഉറപ്പിച്ച് നോക്കുകയാണ്, എന്നിട്ടാണ് അടുത്ത് ചെന്നെടുക്കാൻ പോകുന്നത്. അതേപോലെ വിനിർണീത എന്നുള്ള വാക്ക് വളരെ കാര്യമായിട്ട് നോക്കേണ്ട വാക്കാണ്. വിനിർണീത, അങ്ങനെ നിശ്ചയിക്കപ്പെട്ട എന്നാണ് അതിന് ശരിക്കും പറയുന്നത്. അങ്ങനെയാണെന്ന് നിശ്ചയിക്കപ്പെട്ട മനോവിചാരം. അങ്ങനെ ആത്മതാ ദേഹത്വേന, ശരീരമായി ആത്മാവിനെ നിർണയിക്കപ്പെട്ടു. ആരാൽ? വിമൂഢേന. ദേഹം ഇമാജിനേഷൻ ആണ്. അത് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ? നമ്മുടെ ഈ ദേഹം ഇമാജിനേഷൻ ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. പക്ഷെ ജ്ഞാനം വരുമ്പോൾ അപ്പൊ മനസ്സിലാവും. ജ്ഞാനം ഉദിക്കുമ്പോൾ അത് മനസ്സിലാവും. ജ്ഞാനികൾക്ക്, എത്രയോ ജ്ഞാനികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് രമണ മഹർഷിക്ക് അതിന്റെ ഉത്തമോദാഹരണമാണ്. അപ്പോ അവിടെ ദേഹത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? ഒന്നും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല, അല്ലേ? എന്തുമാത്രം പീഡകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ കാലത്ത്. ഒരുപാട് ആ ബുക്കൊക്കെ വായിച്ചറിയാം. പക്ഷെ അതൊന്നും അദ്ദേഹം അറിയുന്നില്ല. അപ്പൊ ഒരു ഇമാജിനേഷൻ ആണ്, ഇല്ലാത്തതാണ്. അതിന്റെ ധർമ്മത്തെ സ്വന്തം ധർമ്മമായി എടുത്ത് സംസാരിയായി നമ്മൾ തീരുന്നു. അങ്ങനെ പാമ്പിനെ അവിടെ കണ്ട് പാമ്പാണെന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അതിന്റെ വിഷത്തെക്കുറിച്ചും നീളത്തെക്കുറിച്ചും ഏത് വർഗത്തിൽപ്പെട്ടതാണെന്നുള്ള കുറിച്ചും അതിന്റെ ചികിത്സയെക്കുറിച്ചും ഒക്കെ ഒരുപാട് ആലോചിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതുപോലെ അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ലേ? അപ്പോ അവിടെ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ആരോപിച്ചിട്ടാണ്. അതുപോലെ ഈ ശരീരം ഇല്ലാത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കയറ്റിവെക്കപ്പെട്ടതാണ്. നമ്മൾ ആത്മസ്വരൂപമാണ്. അജ്ഞാനത്താൽ ഈ ശരീരം ഞാനാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ആത്മാ എന്നതിനെ ശരീരമായി ധരിച്ചിരിക്കുന്നു. അപ്പോ ആ ശരീരധർമ്മത്തെ ആത്മധർമ്മമായി എടുത്ത് സംസാരിയായി ദുഃഖം അനുഭവിക്കുന്നു. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. നമ്മൾ ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വെച്ചിട്ടാണല്ലോ ഇത് പഠിക്കുന്നത്. ഇനി ജന്മം വേണ്ട എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഈ ജന്മം എന്താണ്? ജന്മം ഏറ്റുവെക്കലാണ്. ആത്മാവിൽ ശരീരത്തെ ഏറ്റുവെക്കലാണ്. അതാണ് ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി. ആരാണ് ഏറ്റുവെക്കുന്നത്? നമ്മൾ തന്നെ സ്വയം ഏറ്റുവെക്കുന്നതാണ്. അപ്പൊ വേദാന്തം പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയല്ല ചെയ്യുന്നേ. പ്രോബ്ലം ഇല്ലല്ലോ എന്ന് പറയുന്നു. ഇവിടെ എന്ത് പ്രോബ്ലം? ഇതില്ലാത്തതാണ്. ഉണ്ടെങ്കിലല്ലേ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് പ്രോബ്ലം അല്ല. ഇങ്ങനെ പ്രോബ്ലം ഇല്ല ഇവിടെ. നമ്മൾ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു, തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് പ്രോബ്ലം ഇല്ലെങ്കിൽ പിന്നെ സൊല്യൂഷന്റെ ആവശ്യമില്ലല്ലോ.
അപ്പൊ ഇത് മിഥ്യയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു പ്രശ്നങ്ങളും ഇല്ല, എല്ലാ പ്രശ്നവും അവിടെ തീരും. പക്ഷെ മിഥ്യയാണെന്ന് മനസ്സിലാവണ്ടേ? ഇതിനാണ് ആചാര്യസ്വാമി ഒരുപാട് ശ്ലോകങ്ങൾ പറയുന്നു. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ. സർപ്പത്വേന രജ്ജു രജത്വേന ശുക്തിക വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. ഇനി അടുത്തത്, ഘടത്വേന യഥാ പൃഥ്വി പടത്വേനേവ തന്തവഃ വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. എന്താണ് വന്നേ? ഘടത്വേന യഥാ പൃഥ്വി പടത്വേനൈവ തന്തവഃ വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. ഘടത്വേന യഥാ പൃഥ്വി എന്താണ്? എല്ലാവരും കേട്ടിട്ടുള്ള ഉദാഹരണമാണ്. യഥാ പൃഥ്വി ഘടത്വേന വിനിർണീത. എவ்விதം മണ്ണ് പാത്രമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എപ്രകാരം? അല്ലെങ്കിൽ എவ்விதം മണ്ണ് പാത്രമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. യഥാ പൃഥ്വി ഘടത്വേന വിനിർണീത. അതേപോലെ തന്തവഃ പടത്വേന ഏവ. തന്തവഃ എന്ന് പറഞ്ഞാൽ നൂല്. നൂലിനെ തുണിയായി നിർണയം ചെയ്യപ്പെട്ടിരിക്കുന്നു. മണ്ണിനെ പാത്രമായി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. നൂലിനെ തുണിയായി നിർണയം ചെയ്യപ്പെട്ടിരിക്കുന്നു. അല്ലെ? പാത്രത്തില് ആധാരം മണ്ണ്, മണ്ണ് മാത്രമേ ഉള്ളൂ. ഇവിടെ പാത്രം നാമം നമ്മൾ കൊടുത്തത്, നാമവും രൂപമൊക്കെ നമ്മൾ കൊടുത്തത്. അതേപോലെ നൂല് മാത്രമേ ഉള്ളൂ തുണിയില്. അതിൻ്റെ ഓരോ ഷർട്ട്, മുണ്ട്, അങ്ങനെ പല രീതിയിൽ പലതരം ഡ്രസ്സുകളായിട്ട് രൂപം കൊടുത്തും നാമം കൊടുത്തും നമ്മൾ കാണുന്നു. ഉള്ളത് എന്താണ്? ഉള്ളത് നൂല് മാത്രം. തന്തവഃ പടത്വേന ഏവ. നൂലിനെ തുണിയായി നിർണയം ചെയ്യപ്പെട്ടിരിക്കുന്നു. തഥാ അതുപോലെ ആത്മതാ ദേഹത്വേന ഈ ആത്മസ്വരൂപം ശരീരമായി നമ്മൾ വിചാരിച്ചിരിക്കുന്നു. നമ്മൾ വിചാരിക്കല, നിർണയം ചെയ്തിരിക്കുന്നു. നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കുക. ശരീരത്തെ ആത്മാവായി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ആത്മതാ ദേഹത്വേന ആത്മസ്വരൂപം ശരീരമായി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം വിമൂഢേന അജ്ഞാനികളാലാണ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അജ്ഞാനത്തിൽ നിന്ന് കരകയറണമെങ്കിൽ ഈ സത്യമെല്ലാം മനസ്സിലാക്കണം. അതുപോലെ ഈ ശരീരം ആത്മാ അല്ല. ശരീരം നമ്മൾ ഏറ്റുവെച്ചിരിക്കുന്നതാണ്. ഇത് മിഥ്യയാണ്. അനാത്മ എന്നുള്ള കാര്യം ഇനി പറയരുത്. ഇത് മിഥ്യയാണ്, ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇതിനെ ആത്മാനാത്മ എന്ന് മാറ്റേണ്ട കാര്യമില്ല. ആത്മാ തന്നെയാണ്, പക്ഷെ ഇത് ഇല്ലാത്തതാണ്. ഈ ശരീരം ഇല്ലാത്തതാണ്. എന്തുകൊണ്ടില്ലാത്തതാണ്? ആത്മാവാണ്, എല്ലാം ആത്മാവാണ്, അതുകൊണ്ടില്ലാത്തതാണ്. നമുക്ക് തോന്നുന്നതാണ്, അതുകൊണ്ടില്ലാത്തതാണ്. പിന്നെ അടുത്തത് ഈ ഒരു ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ്. ഇനി അടുത്തൊരു ശ്ലോകം. കനകം കുണ്ടലത്വേന തരംഗത്വേന വൈജലം വിനിർണീതാ വിമൂഢേന ദേഹത്വേന തദാത്മതാ. കനകം കുണ്ടലത്വേന തരംഗത്വേന വൈജലം വിനിർണീതാ വിമൂഢേന ദേഹത്വേന തദാത്മതാ. എന്താ പറയുന്നത്? കനകം കുണ്ടലത്വേന. ഇപ്പൊ എല്ലാത്തിന്റെ മുമ്പിലും വിമൂഢേനാന്ന് ചേർത്താൽ മതി, അല്ലെ? അജ്ഞാനികളാൽ, മൂഢന്മാരാൽ, വിമൂഢേന, വിനിർണീത എന്നും ചേർക്കണം. എന്താണ്? നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കനകം കുണ്ടലത്വേന, സ്വർണത്തെ കുണ്ടലമായി നിർണയിക്കപ്പെട്ടിട്ടുള്ളതുപോലെ, സ്വർണം കുണ്ടലമായി നിർണയം ചെയ്യപ്പെട്ടതുപോലെ. പിന്നെ തരംഗത്വേന വൈ ജലം, അലകളെ ജലം അലകളായി നിർണയിക്കപ്പെട്ടിരിക്കുന്ന പോലെ. ജലത്തെ അലകൾ എന്ന് പറയുന്നു, അല്ലെ? തിരമാല എന്ന് പറയുന്നു, അത് ജലം തന്നെയാണ്, പക്ഷെ തിരമാല എന്നേ പറയാറുള്ളൂ. ആഭരണങ്ങളെ സ്വർണം എന്ന് പറയാറില്ല. നമ്മൾ ആഭരണത്തിന് ഓരോ പേര്, വള, കമ്മല്, മോതിരം, ഇങ്ങനെ പറയും. സ്വർണമാണ് എന്ന് അറിയാം, എങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഉള്ളിലെല്ലാം ഉള്ളത് മാലാവല, അതിന് നാമരൂപങ്ങളാണ് നമ്മളിൽ ഉറച്ചിരിക്കുന്നത്. അതുപോലെ കടലിൽ ചെല്ലുമ്പോൾ അല അല, തിരമാല തിരമാല, തിരമാല ഗംഭീരം, തിരമാലകൾ എത്ര തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ജലം തന്നെ, ജലം തന്നെ എന്ന് ഓർക്കാറില്ല.
അങ്ങനെ ഓർത്ത് വരുമ്പോൾ മാത്രമേ അജ്ഞാനം മാറുള്ളൂ എന്നാ പറയുന്നത്. അറിയാം എന്ന് പറയും, പക്ഷെ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് നമുക്ക് വരുന്നത് ഏതാണ്? കയറിൽ പാമ്പ് പോലെ തന്നെയാണ്. കടൽ തീരത്ത് ചെന്നാൽ ഉടനെ എന്തൊരു അലകളാന്ന് പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് വെള്ളമാണെന്ന് ബോധ്യം ഉണ്ടാകുമോ? ഇല്ല. പിന്നീട് പറയാം, പിന്നെ അതൊക്കെ അറിയാം, ജലം തന്നെയാണല്ലോ എന്ന് അറിയാം. പക്ഷേ ആദ്യം പോയി വീഴുന്നത് അലകൾ, തിരകൾ എന്നുള്ളതിലാണ്. ആഭരണങ്ങളിൽ ആദ്യം പോയി വീഴുന്നത് രൂപനാമങ്ങളിലാണ്. അപ്പൊ ആ ആദ്യമേ രൂപനാമങ്ങളെ കാണാതെ നേരെ അതിന്റെ അധിഷ്ഠാനത്തെ കാണാൻ സാധിക്കണം. അതാണ് ജ്ഞാനം, അതാണ് ലോകം. ലോകം കാണുമ്പോ ആത്മാവിനെ കാണുന്നില്ലല്ലോ. ബ്രഹ്മമാണ്, സർവവും ബ്രഹ്മമാണെന്ന് പറയും, നമ്മൾ 10 പ്രാവശ്യം പറയും. പക്ഷേ ഒരു സെക്കൻഡ് പോലും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ ശരിക്കും? ഇല്ല. നമ്മളുടെ ഒരാൾ നമ്മൾ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ, ഓ ഇത് ആത്മാവ് തന്നെയാണ്, ഞാൻ ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ്? വ്യവഹാരം ആത്മാവിനോടാണ് എന്ന് തോന്നണം, എന്നറിയണം, എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആയിരിക്കണം. ഓരോ വ്യവഹാരവും ബ്രഹ്മത്തോടായിരിക്കണം, ആത്മാവിനോടായിരിക്കണം. എളുപ്പമാണോ? അല്ല. സാധിക്കുമോ? സാധിക്കും. എങ്ങനെ? മെല്ലെ മെല്ലെ സാധിക്കും. ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി സാധിക്കും. ആദ്യം ഇപ്പൊ അതൊരു തമാശ എന്താ വെച്ചാൽ, ആദ്യമേ നമ്മളോട് വന്ന് ഒന്നില്ലെങ്കിൽ നമ്മളോട് വഴക്കിടുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന ഒരാള്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാള്, അയാളെ ആത്മാവായിട്ട് കാണാൻ ഉടനെ ഒന്നും സാധിക്കത്തില്ല. അതേസമയം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള്, നമ്മളെ അഭിനന്ദിക്കുന്ന ഒരാള്, നമ്മളെ പ്രശംസിക്കുന്ന ഒരാള്, നമ്മളെ ഒരു നല്ല മനുഷ്യനായിട്ട് കാണുന്ന ഒരാള്, അയാൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ, ഓ പിന്നെ അത് സാക്ഷാത് ബ്രഹ്മത്തിനോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, അദ്ദേഹത്തെ ബ്രഹ്മമായി കാണാൻ ബുദ്ധിമുട്ട് വരില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. അതേസമയം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ ബ്രഹ്മസ്വരൂപമായി നമുക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല. അത് പറ്റണം. അവിടെയാണ് കാര്യം കിടക്കുന്നത്. എല്ലാത്തിനെയും ബ്രഹ്മസ്വരൂപമായി കാണാൻ സാധിക്കണം. ബ്രഹ്മത്തോടായിരിക്കണം വ്യവഹാരം. അപ്പോൾ പ്രാക്ടീസ് തന്നെ പറ്റുള്ളൂ. അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കൂ. പതുക്കെ 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 ആദ്യം നല്ലതിൽ നിന്ന് തുടങ്ങാം. നല്ലതിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇഷ്ടമില്ലാത്തതിനോടും, നമ്മളോട് വൈരാഗ്യമുള്ളവരോടും, നമ്മളെ ദേഷ്യപ്പെടുന്നവരോടും, നമ്മളെ അപകീർത്തിപ്പെടുന്നവരോടും ഒക്കെ അങ്ങനെ വരാം. അങ്ങനെ വന്നാൽ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കുറേശ്ശായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പറ്റും, ഉറപ്പായിട്ടും പറ്റും. അങ്ങനെ ആചാര്യസ്വാമി നമുക്ക് തരുന്ന ആ നിധികളെയൊക്കെ നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ്. അതിന് നല്ല രീതിയിലുള്ള അഭ്യാസം ആവശ്യമാണ്. അപ്പോ അതിലാണ് അങ്ങനെയാണ് പറഞ്ഞത്, കനകം കുണ്ടലത്വേന തരംഗത്വേന വൈജലം വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മക. അടുത്ത ശ്ലോകം. ഇതൊക്കെ ചെറിയ ശ്ലോകങ്ങളാണ്. അടുത്ത ശ്ലോകം. പുരുഷത്വേന വൈസ്ഥാണുഹു ജലത്വേന മരീചിക വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. പുരുഷത്വേന വൈസ്ഥാണുഹു ജലത്വേന മരീചിക വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. പുരുഷത്വേന വൈസ്ഥാണുഹു, അല്ലെ? എന്താണ് സ്ഥാണു? സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണ്. വിമൂഢേന പുരുഷത്വേന വൈസ്ഥാണുഹു വിനിർണീത. ഒരു തൂണിനെ അരണ്ട വെളിച്ചത്തില് ഒരു നിഴലായിട്ട്, ഒരു മനുഷ്യന്റെ നിഴലായിട്ട് നിർണയം ചെയ്യുന്നു. മനുഷ്യനാണെന്ന് തോന്നുക. നടന്നു പോകുന്ന സമയത്ത് ഒരു വഴിയില് ഒരു ചെറിയ വെളിച്ചത്തില് ഒരു തൂണ് നിൽക്കുന്നുണ്ട്. നമുക്ക് പലപ്പോഴും അങ്ങനെ പറ്റാറുണ്ട്. അതൊരു മനുഷ്യരൂപമായിട്ട് അങ്ങനെ തോന്നാറുണ്ട്. ഇതൊരു സാധാരണ വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. സ്ഥാണു, തൂണിനെ മനുഷ്യനായിട്ട് തോന്നുക. പുരുഷത്വേന എന്ന് പറയാൻ മനുഷ്യനായിട്ട് അവിടെ തോന്നുന്നു, നിർണയം ചെയ്യുന്നു. ഓ, ഇത് ഒരാൾ നിൽക്കുന്നു എന്ന് തോന്നിക്കുന്നു, പേടിക്കുന്നു, അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നുന്നു. സാധാരണ ഇവിടെയൊക്കെ വാഴ, അല്ലെ? വാഴയാണ്. നമ്മൾ ഈ സ്ഥാണുവിന് പകരം സാധാരണ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ അബദ്ധം പറ്റുന്നത് വാഴയാണ്. അരണ്ട വെളിച്ചത്തിൽ, ചെറിയ ചന്ദ്രന്റെ ചെറിയ നിലാവത്തൊക്കെ വാഴയെ പെട്ടെന്ന് എന്റെ ജലത്തിന്റെ ഈ ഇല ചിലപ്പോൾ ആടുകയൊക്കെ ചെയ്യുമ്പോൾ കൈയും കാലും ആടുന്ന പോലെയൊക്കെ തോന്നും. അപ്പോ ആളാണ്, പെട്ടെന്ന് മനുഷ്യനാണെന്ന് തോന്നുകയും പേടിക്കുകയും ഇങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചെറുപ്പത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ധാരാളം.
അപ്പൊ അങ്ങനെ പുരുഷത്വേന വൈ സ്ഥാണുഹു വിനിർണീത, അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു, ഏറ്റിവെക്കുന്നു. ആ തൂണില് ഒരു മനുഷ്യനെ ഏറ്റിവെക്കുന്നു. പിന്നെയോ ജലത്വേന മരീചിക, മരുഭൂമിയിലെ ജലം കാണുന്ന കാര്യം. മരുഭൂമിയില് വെള്ളം, ദൂരെ ധാരാളം വെള്ളമുണ്ടെന്ന് തോന്നും. മരുഭൂമിയില് ആ ചൂട് കൊണ്ട് നമുക്ക് ഇങ്ങനെ തോന്നും. അടുത്ത് ചെല്ലുമ്പോ ജലമില്ല. പിന്നെയും കുറെ ദൂരെ കാണാം, അവിടെ ചെല്ലുമ്പോൾ അവിടെയും ജലമില്ല. ഇതിങ്ങനെ ഒരു പ്രതിഭാസമാണ്, നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് വെറും തോന്നലല്ലേ, ജലമെന്ന് തന്നെയാണ് തോന്നുന്നത്, പക്ഷെ ജലമില്ലല്ലോ. അപ്പോ അവിടെ ജലത്വേന മരീചിക, മരീചികയെ ജലമായി നിർണയം ചെയ്തു. അതിന് മരീചിക എന്നല്ലേ പറയുന്നത്, അതിനെ ജലമായി നിർണയം ചെയ്യുന്നു. തഥാ ആത്മതാ ദേഹത്വേന വിനിർണീത, അങ്ങനെ അതേപോലെ ഈ രണ്ട് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോലെ തന്നെ ഈ കാര്യങ്ങൾ, ഇതിൽ ഇങ്ങനെ ആത്മതാ ദേഹത്വേന, ആത്മാവിനെ ശരീരമായി നിശ്ചയിക്കും, നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. അതാണ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, വിനിർണീത. നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് ഉറപ്പിച്ചിരിക്കുക, നമ്മൾ അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കും. ആത്മാവിനെ ദേഹമായി നിർണയം ചെയ്യുന്നു. പുരുഷത്വേന വൈ സ്ഥാണുഹു ജലത്വേന മരീചിക വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മക. അടുത്ത ശ്ലോകവും ഇതുപോലെ തന്നെ ഉള്ള ഒരു ശ്ലോകം തന്നെ, 74-ാമത്തെ ശ്ലോകം. ഗൃഹത്വേന വൈ കാഷ്ഠാനി ഖഡ്ഗത്വേന വൈ ലോഹത വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. ഗൃഹത്വേന വൈ കാഷ്ഠാനി ഖഡ്ഗത്വേന വൈ ലോഹത വിനിർണീത വിമൂഢേന ദേഹത്വേന തഥാത്മത. കാഷ്ഠാനി രിഹത്വേന ഏവ, മരം അല്ലെ, മരം വീടായി നിർണയം അല്ലെ, മരം കൊണ്ടാണ് വീട് ഉണ്ടാക്കിയിരിക്കുന്നത്, മരം കൊണ്ടുണ്ടാക്കിയ വീട്. അപ്പൊ അതിനെ വീട് എന്ന് പറയുന്നു. ശരിക്കും എന്താണ്? മരമാണ്, എല്ലാം മരം കൊണ്ടുണ്ടാക്കിയതാണ്. മരം കൊണ്ടുണ്ടാക്കിയതിനെ നമ്മൾ വീട് എന്ന് പറയും, വീടായി നിർണയം ചെയ്യുന്നു. മരം കൊണ്ടുള്ള വീടാണെന്ന് ഓർത്തോണേ, ഇപ്പോഴത്തെ കോൺക്രീറ്റിന്റെ കാര്യമല്ല പറയുന്നത്. മരം കൊണ്ടുള്ള വീട്, അതിനെ വീട് എന്നാണ് നമ്മൾ കാണുന്നത്, മരം എന്ന് കാണില്ല. നമ്മൾ നമ്മുടെ ഉള്ളില് വീട് വീട് വീട്, മരം എന്നുള്ളതിനെ നമ്മളവിടെ വിസ്മരിക്കുന്നു. വീട് വീട് എന്നേ പറയുള്ളൂ. ലോഹിത ഗഡ്ഗത്വേന, ഇരുമ്പിനെ വാളായി നിർണയം. വാള് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഇരുമ്പാണെന്നാണോ തോന്നുന്നത്? അല്ല, അയ്യോ വാള്, മൂർച്ചയുള്ള വാള്, വെട്ടിയാൽ മുറിയും വാള്. പിന്നെ അതിന്റെ എത്രമാത്രം മൂർച്ചയുണ്ട്, എത്ര നീളമുണ്ട്, എത്ര വണ്ണമുണ്ട്, ഇങ്ങനെയൊക്കെ പല ചിന്തകളും വരും വാളിനെ കുറിച്ച്. അതേസമയം അത് ലോഹമാണ്, അത് ഇരുമ്പാണെന്നുള്ള ചിന്ത ഉണ്ടാകാറില്ല. ഇതേപോലെ എല്ലാ വസ്തുക്കളും നമ്മൾ ലോകത്തിൽ നോക്കാം. ലോകത്തില് സകല വസ്തുക്കളെയും നമ്മൾ കാണും, എല്ലാ വസ്തുക്കളെയും കാണും. ഒന്നിലും ബ്രഹ്മത്വം കാണാറില്ല, ഒന്നിലും കാണാറില്ല. എല്ലാ വസ്തുക്കളെയും കാണും, അതിന്റെ രൂപനാമങ്ങളും അതിന്റെ വിശേഷണങ്ങളും ഒക്കെ ഓർക്കും. അതിൻ്റെ പുറകിലുള്ള ആ ശക്തിയായ ആധാരമായ ഏതിൽ നിന്നാണോ അത് ഉണ്ടായത്, ആ വസ്തുവിനെ, ബ്രഹ്മത്തെ നമ്മൾ കാണാറില്ല. വാസ്തവമല്ലേ? അതും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തുടങ്ങണം ഓരോതിൽ നിന്നും. മണ്ണിനെ കാണുമ്പോ ഭഗവാനെ ഇതും ബ്രഹ്മമല്ലേ എന്ന് ഓർമ്മ വരണം. ബ്രഹ്മത്തിൽ നിന്നുണ്ടായതല്ലേ, ഇത് ബ്രഹ്മം തന്നെയല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. ആദ്യം സൂക്ഷ്മ രൂപമായിരുന്നു, പിന്നെ പൃഥ്വി സ്ഥൂല രൂപമായി. ഇത് എവിടെ നിന്നുണ്ടായി? വിരാടിൽ നിന്ന്. വിരാട് ആരാണ്? ബ്രഹ്മം തന്നെ. ഇങ്ങനെ പുറകോട്ട് ചിന്തിച്ച് പോണം ഓരോന്നിനെ കാണുമ്പോഴും. ജലം കാണുമ്പോൾ ഓർക്കണം സാക്ഷാൽ ബ്രഹ്മമാണല്ലോ. അപ്പോ വേദമന്ത്രങ്ങളുടെ പ്രത്യേകത ഇവിടെ, വേദമന്ത്രമെല്ലാം നമ്മളെ ഇതിലേക്ക് ബന്ധിപ്പിക്കും. അതാണ് ദേവതാസ്വരൂപമായി തിരിച്ച് ഈശ്വരനായി അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ. ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഉടനെ ഈശ്വരൻ. ഇതൊന്നും ഈശ്വരനല്ല നമുക്ക് തോന്നും. ഇപ്പൊ ഇത് ഈശ്വരൻ, ഈ വാഴ നിൽക്കുന്നു, വാഴ ഈശ്വരൻ നമുക്ക് പറയാൻ പറ്റുമോ? അവിടെയാണ് മായയുടെ പ്രവൃത്തി ഏറ്റവും ഗംഭീരമായിട്ട് മായ പ്രവർത്തിച്ചിരിക്കുന്ന അവിടെയാണ്. കാണുന്നതിനെയൊക്കെ ബ്രഹ്മമായിട്ട് ഈശ്വരനായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. പറ്റാത്ത എന്തുകൊണ്ടാ? അജ്ഞാനം കൊണ്ട്, വേറെ ഒന്നും കൊണ്ടുമല്ല, അജ്ഞാനം. അപ്പൊ നമ്മൾ അജ്ഞാനികളാണോ? ആണ്. അപ്പൊ എങ്ങനെയാ മാറുക? അതിനാണ് ഇത് പഠിക്കുന്നത്. എല്ലാത്തിനെയും ബ്രഹ്മമായി കാണാൻ സാധിക്കണം. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വരും.
മുമ്പിൽ കാണുന്ന ഓരോ വസ്തുവിനെയും. അപ്പൊ ആദ്യം ശരിക്കും കുറച്ച് എളുപ്പം, അതിനാണ് വേദത്തിൽ കുറച്ച് വേദം കൊണ്ട് സൗകര്യം കൂടുതലുണ്ട്. വേദം പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ ശക്തികളെ, പ്രപഞ്ച ശക്തികളെ, അതായത് പഞ്ചഭൂതങ്ങളെ ഈശ്വരനായിട്ട് കാണാനുള്ള മന്ത്രങ്ങൾ, അങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്. ആ മന്ത്രങ്ങളെല്ലാം ഈശ്വരനാണെന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ ശക്തികളെ കുറിച്ചും എല്ലാം നന്നായിട്ട് അവിടെ പഠിപ്പിക്കും. അതിന്റെ എന്തെല്ലാം, അതിന് ഉള്ള വിശേഷങ്ങളെ കുറിച്ചെല്ലാം പഠിപ്പിക്കും. അഗ്നിയെ കുറിച്ചും അതിന്റെ ഗുണങ്ങള്, അതിന്റെ സ്വഭാവം, എല്ലാത്തിനെ കുറിച്ചും വരുന്നത്. അതുകൊണ്ട് എങ്ങനെ മനുഷ്യരാശിക്ക് ഗുണമുണ്ടാകുന്നു, എങ്ങനെ അവർ മനുഷ്യനെ അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ലോക പ്രപഞ്ചത്തിൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ വേദ മന്ത്രങ്ങളിൽ വരും. അഗ്നി സൂക്തം, ഓരോ സൂക്തത്തിലും അതിന്റെ പ്രകരണ സൂക്തം, എല്ലാ സൂക്തങ്ങളിലും അതിന്റെ വിശേഷങ്ങളാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം നമ്മുടെ മുമ്പിൽ കാണുന്ന വെള്ളത്തെ കാണുമ്പോൾ വരുന്നതേ വന്ന് നോക്കാറില്ലല്ലോ. അവിടെ തന്നെ നമുക്ക് പഴകും അല്ലെ? വെള്ളം കാണുമ്പോൾ ഉടനെ വരുന്നതേവാ എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. വെള്ളം വേസ്റ്റ് ചെയ്യുമ്പോൾ ഓർക്കാറുണ്ടോ? ഇല്ല. വെള്ളം മലിനമാക്കപ്പെടുമ്പോൾ ഓർക്കാറുണ്ടോ? ഇല്ല. അപ്പോ അതൊക്കെ ഓർക്കണം എന്നാണ്. വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും, ഭഗവാൻ എപ്പോഴും പറയും, ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ആക്കരുത്, ഒരു തുള്ളി പോലും കളയരുത്. എത്രയോ സ്ഥലങ്ങളിൽ ഒരു തുള്ളി വെള്ളത്തിന് ജീവന്മാർ പിടയ്ക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇവിടെ കണ്ടമാനം വേസ്റ്റ് ചെയ്യുന്നു. ഇത് എപ്പോഴും ഭഗവാൻ പറയുന്ന ഒരു കാര്യം. ഒരു പൈപ്പ് ഓൺ ചെയ്യാൻ ചെല്ലുമ്പോൾ ഭഗവാൻ പറഞ്ഞത് ഓർമ്മ വരണം. ഒരു പൈപ്പ് ഓൺ ചെയ്യുമ്പോൾ ഓർമ്മ വരണം, ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കരുത്, ആവശ്യത്തിന് ഉപയോഗിക്കാവൂ. അപ്പൊ അങ്ങനെ വെള്ളത്തെ കാണുമ്പോൾ ഉടനെ വരുണ ഭഗവാനെ ഓർമ്മ വരണം. അപ്പോ എന്തായി? അത് ബ്രഹ്മമായി. ബ്രഹ്മമായിട്ട് കാണാൻ പഠിക്കാം. അതേമാതിരി ശ്വാസോച്ഛ്വാസം ചെയ്യും. എപ്പോഴെങ്കിലും വായു ഭഗവാനെ ഓർക്കാറുണ്ടോ? കിടന്നുറങ്ങുമ്പോഴോ, എണീക്കുമ്പോഴോ, നടക്കുമ്പോഴോ? ഇല്ല. പുറത്തേക്കുള്ള പോട്ടെ, കാറ്റ്, പുറത്ത് വീശുന്ന കാറ്റൊക്കെ പോട്ടെ, അവിടേക്കൊന്നും ചെല്ലണ്ട. അല്ലാതെ നമ്മളെ നിലനിർത്തുന്ന പ്രാണൻ മൂക്കിൽ കൂടി അകത്തേക്ക് പോകുന്നു, മൂക്കിൽ കൂടി പുറത്തേക്ക് വരുന്നു. ഈ പ്രാണൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ പ്രവർത്തനം നിന്നോ ആ സമയം തീർന്നു പരിപാടിയല്ല. അപ്പോ ഈ പ്രാണനെ, സാക്ഷാൽ പ്രാണനെ ആത്മാ എന്ന് കാണാറുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ കണ്ടാൽ എന്താണ് ഗുണം? സർവം ആത്മാ എന്നുള്ളതിലേക്ക്, സർവം ബ്രഹ്മം എന്നുള്ളതിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അവിടെയും ഉപനിഷത്തിൽ പറയും, പ്രാണന്റെ ശക്തി കൊണ്ടാണോ ചലിക്കുന്നത്? അല്ല. കണ്ണിന്റെ ശക്തി കൊണ്ടാണോ? അല്ല. ഓരോന്നും പറയും, ഓരോ ഇന്ദ്രിയങ്ങളെയും പറയും, ഓരോ ശക്തികളെയും പറയും. ഇവരാരും പ്രവർത്തിക്കുന്നത് അവരുടെ ശക്തി കൊണ്ടല്ല, ഇവരെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് പറയും. അപ്പൊ നമുക്ക് ആ വഴിയിൽ കൂടെ തിരിച്ച് ബ്രഹ്മത്തെ ഓർക്കാൻ സാധിക്കണം. അപ്പൊ വായുവും ബ്രഹ്മമാണ്, പ്രാണനും ബ്രഹ്മമാണ്, എല്ലാ ഇന്ദ്രിയങ്ങളും ബ്രഹ്മമാണെന്ന് ഓർക്കണം. തിരിച്ച് നേരത്തെ ആദ്യത്തെ പാഠങ്ങളില് ഓരോന്നും പറയുമ്പോ പറയും, ഇതല്ല, 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 ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഒരാളാണെന്ന് പറയും. അവിടെ ആത്മാനാത്മാ വിവേകം കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതും ബ്രഹ്മം തന്നെ, അതും ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ എന്ന് പറയണം. നേരത്തെ നേതി എന്നുള്ള അതിലല്ലേ പോണേ, അതല്ല, അതല്ല, അതല്ല എന്ന് പറഞ്ഞു പോകുന്നിട്ട് ആചാര്യസ്വാമി എന്ത് ഭംഗിയായിട്ട് അതിനെ കൊണ്ടിരിക്കുന്നത്. അതല്ല, 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 പിന്നെ ഏതാണെന്നൊരു ചോദ്യം വരുമല്ലോ. അപ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളിത് അത് ഏതാണെന്ന് പഠിക്കാനല്ലേ കയറിയത്. ഇതൊക്കെ പഠിക്കുന്നത് അത് ഏതാണെന്ന് അറിയാനല്ലേ. ഇതല്ല, 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 നേതി എന്ന ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ദത്തപ്പാട് മുഴുവൻ കറിയുന്നത്. ഇവിടെ ആചാര്യസ്വാമി വളരെ സിമ്പിളായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് തന്നു. ഇതെല്ലാം അത് തന്നെയാണ്, ഇതെല്ലാം അതാണ്, അല്ല അല്ല എന്നല്ല അവിടെ പറയുന്നത്, ഇതെല്ലാം അത് തന്നെയാണ്. പിന്നെ ഇത് നിന്റെ തോന്നലാണ്, ഇത് മിഥ്യയാണ്, ഇതെല്ലാം മിഥ്യയാണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഇത്രയും ആയില്ലേ, പഠിച്ച് ഇത്രയും വന്നില്ലേ, ഇനി ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, അതിലേക്ക് വരണം. അപ്പൊ അതിൽ ഏറ്റവും എളുപ്പം പഞ്ചഭൂതങ്ങളെ ആദ്യം മനസ്സിലാക്കുന്നത്. പഞ്ചഭൂതങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ എന്താണ് ഗുണം? ആ പഞ്ചഭൂതങ്ങളുടെ അതിൽ നിന്നുണ്ടായതാണ് കാണുന്ന പ്രപഞ്ചം, സ്ഥൂലമായ സകല പ്രപഞ്ചവും എല്ലാം അതിൽ നിന്നാണ്. അതില്ലാത്ത, പഞ്ചഭൂതം ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ, എല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ്. തിരിച്ചു പോവുക. അപ്പൊ സ്ഥൂല പഞ്ചഭൂതം ആയി, ശരി. അപ്പൊ ഈ സ്ഥൂല പഞ്ചഭൂതം എവിടെ നിന്നുണ്ടായി? സൂക്ഷ്മ പഞ്ചഭൂതത്തിൽ നിന്ന്.
സൂക്ഷ്മ പഞ്ചഭൂതം എവിടുന്നുണ്ടായി? സാക്ഷാൽ ബ്രഹ്മത്തിൽ നിന്ന്. അപ്പോ ബ്രഹ്മം തന്നെയല്ലേ കാര്യകാരണം. നേരത്തെ പറഞ്ഞ കാര്യകാരണം ഓർക്കണം. കാരണമില്ലാതെ കാര്യമില്ല. കാരണത്തിന്റെ എല്ലാ ഗുണങ്ങളും കാര്യത്തിലുണ്ടാവും. അപ്പോ സർവവും ബ്രഹ്മമയം, 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 ബ്രഹ്മമയം. ഇത് നമ്മള് ഒരു ആചാര്യസ്വാമി ഇത് പഠിക്കാനായിട്ട് തന്നെ ഇത്രയും ശ്ലോകങ്ങൾ തന്നിരിക്കുന്നു. ഇവിടെ തന്നെ ഇപ്പൊ എത്ര ശ്ലോകമായി? 40ാമത്തെ ശ്ലോകത്തിൽ നിന്ന് തുടങ്ങിയത് ഇപ്പൊ 74 ശ്ലോകമായി. ഇപ്പോഴും നമ്മളിതൊക്കെ പറയുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്നല്ലാതെ ഇപ്പോഴും ഉള്ളിൽ സംശയം നിൽക്കുന്നില്ലേ? ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചു നോക്കണം. ഉള്ളിലൊരു സംശയം നിൽക്കുന്നില്ലേ? ഉണ്ടാവും. അത് പോണല്ലോ, വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഭഗവാൻ അത് മാറ്റിത്തരും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മുടെ അഭ്യാസം വേണം, അല്ലാതെ പറ്റില്ല. പരിശ്രമിക്കാതെ കിട്ടില്ലല്ലോ. അപ്പോ ഗൃഹത്തേന വൈ കാഷ്ടാനി ഗദ്ഗത്തേന വൈ ലോകത വിനിർണീത വിമൂഢേന ദേഹത്തേന തദാത്മത. അപ്പൊ അങ്ങനെ അതിന് ചിന്തിക്കണം. കൂടുതലായിട്ട് നല്ല രീതിയിൽ ചിന്തിച്ചാൽ മാത്രമേ അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. ഓരോന്നിൻ്റെയും ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണങ്ങളെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാലോ. എങ്ങനെയാ നോക്കണ്ടേ? പൃഥ്വി, പാത്രങ്ങൾ കാണുമ്പോൾ അതിനെ പുറകിലെ ലോഹത്തെ കാണുക. ഏതിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തെ ചിന്തിക്കുക. ആദ്യമായിട്ട് നമ്മൾ അതിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഏത് കണ്ടാലും അതിൻ്റെ അടിസ്ഥാനത്തെ ചിന്തിക്കുക. ഒരു മേശ കണ്ടു, മേശയുടെ അടിസ്ഥാനം ഏതാണെന്ന് ഉടനെ ചിന്തിക്കുക. ഇപ്പോൾ ഒന്നിലെ ലോഹമായിരിക്കും, അല്ലെങ്കിൽ മരമായിരിക്കും. ഏത് വസ്തുവിനെ കണ്ടാലും അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോകുക, അതിൻ്റെ ആധാരത്തിലേക്ക് പോകുക. അങ്ങനെ പോകുമ്പോൾ അവസാനം എവിടെ വന്ന് നിൽക്കും? ബ്രഹ്മത്തിൽ വന്ന് നിൽക്കും, ഉറപ്പാ. ആധാരം തിരിച്ച് അങ്ങോട്ട് പോയിപ്പോ എവിടെയേ ചെല്ലത്തുള്ളൂ, വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. ആധാരം ഒന്നല്ലേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്നുള്ള ആ അദ്വൈതത്തിലേക്ക് വന്ന് നിൽക്കും. ദ്വൈതം മാറും, തീർച്ചയായിട്ടും മാറും. അപ്പൊ അതിനാണ് ഇത്രയും ഉദാഹരണങ്ങൾ. ഇനിയും ആചാര്യസ്വാമി 75 മുതൽ 86 വരെ 12 ശ്ലോകങ്ങള് ഇതേ കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. അത് വേറൊരു രീതിയിലുള്ള ഉദാഹരണങ്ങൾ, പലവിധ ഉദാഹരണങ്ങൾ കാണും. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. ഇനി നമ്മൾ കേൾക്കാത്ത കുറെ ഉദാഹരണങ്ങളെ ആചാര്യസ്വാമി, പുതിയ ഉദാഹരണങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. നമുക്ക് പുതിയതായിട്ടുള്ളത്, അതും ഈ മിഥ്യാത്വം നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. ഇത്രയും ശ്ലോകങ്ങൾ 40 മുതൽ 86 വരെ 46 ശ്ലോകങ്ങൾ മിഥ്യാത്വം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആചാര്യസ്വാമി ഈ ചെറിയ പ്രകടന ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് വന്നാൽ തന്നെ അറിയാലോ അതിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഇതിൻ്റെ അഭ്യാസം നമുക്ക് തുടങ്ങണം. ഓരോന്നിനെ കാണുമ്പോഴും അതിൻ്റെ അധിഷ്ഠാനത്തിലേക്കുള്ള ചിന്തയിൽ പോകട്ടെ. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കാലം നമുക്ക് ഇവിടെ പരിസമാപിക്കാം. അടുത്ത ദിവസം 75ാമത്തെ ശ്ലോകം മുതൽ 86 വരെയുള്ള ശ്ലോകങ്ങളെ നമുക്ക് നോക്കാം. ആ വഴിക്ക് നോക്കാം. അത് ഓരോന്നും കുറച്ചുകൂടെ വിസ്തരിച്ച് പറയാനുള്ള ശ്ലോകങ്ങളാണ്. ഇത് വളരെ ചെറുതായിരുന്നു, കാരണം നമുക്ക് അറിയാവുന്ന ഉദാഹരണങ്ങളായതുകൊണ്ട് എളുപ്പമായിരുന്നു. ഇനിയുള്ള അപ്പോ ആ എളുപ്പമുള്ള ഉദാഹരണങ്ങളാണ് പെട്ടെന്ന് മറന്നു പോവുക. അപ്പൊ അതിനെ മാറ്റിയിട്ട് ഇതിൽ ഇന്നത്തെ ഓരോ ശ്ലോകത്തെയും വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക, ഇതിനെ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരിക. അപ്പോ ആചാര്യസ്വാമി ലക്ഷ്യം വെച്ച് നമുക്ക് ആത്മജ്ഞാനം വരണം എന്നുള്ള ആ ഒരു ആചാര്യസ്വാമിയുടെ ലക്ഷ്യമുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ചെല്ലുവാൻ സാധിക്കും. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സായിറാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം സാർ. താങ്ക് യു സാർ. സായിറാം സാർ. സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം.